ഹലോ. അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എളുപ്പത്തിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് ഒട്ടിപ്പിടിക്കാതെ വെന്ത് പോകാതെ എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ പറഞ്ഞു തരാവേ. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇത്രയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക നമ്മൾ. അതിനുശേഷം ഇത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇടുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ഇടുന്നത് കേട്ടോ. കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു. അതിനുശേഷം നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ടു കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. നമ്മൾ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഇതിനകത്ത് ഉപ്പിടുകയാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പിടുക. നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് നിങ്ങൾ ഉപ്പിടുക. ഇതിനുശേഷം നമ്മൾ എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്യുവാണ് കേട്ടോ. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുവാണേ. നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് ഒരു അരമണിക്കൂർ നമ്മളെടുത്തത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇത് മസാല എല്ലാം ഇതിൽ പിടിക്കും. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ. മസാലയൊക്കെ തേച്ച് നല്ല ഇതായി കണ്ടോ. അടുത്തായിട്ട് നമുക്ക് ഞാൻ ഗ്രേവിക്ക് വേണ്ടിയുള്ള സാധനം നമുക്ക് തയ്യാറാക്കാം. ചിക്കന് വേണ്ടിയുള്ളത് നമ്മളൊരു 5 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഈ വലുപ്പത്തിലുള്ളത്. പിന്നെ ഒരു 5 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പൊ നാട്ടിൽ നിങ്ങൾ ഒരു മുഴുവനോടെയുള്ള ഒരു വെളുത്തുള്ളി എടുത്താൽ മതിയാവും. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇനി പേസ്റ്റ് ആക്കണം. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കി. അതുപോലെ ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചു. നമ്മളിനി ആദ്യം ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ പോകണം കേട്ടോ. ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലൂടെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് നമുക്കിനി ഇതിലോട്ട് ആദ്യം തന്നെ ഇടേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചതാണ് നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ഇട്ട് വഴറ്റേണ്ടത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ആദ്യം ഇടണം. കാരണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു ചുവ മാറാൻ വേണ്ടിയാണ്. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അത് പേസ്റ്റാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഞാൻ അതിലോട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി പോവാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ഏകദേശം മൂത്തിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ഇത് മൂപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചുവ നമുക്ക് ഫീൽ ആവും. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു കുത്തൽ നമുക്ക് ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ശേഷം മാത്രമേ നമ്മൾ സവോള വഴറ്റാൻ വേണ്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഏകദേശം നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇതിനകത്തേക്ക് സവോള ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇതിനകത്ത് ഇട്ടു. ഇനി നമുക്ക് നല്ലപോലെ വഴറ്റണം കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കണം. എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം മാത്രമേ സവോള ഇടാവുള്ളൂ. അല്ലാതെ സവോളയുടെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആക്കിയത് നമ്മൾ ഒരിക്കലും ഇടരുത് കേട്ടോ. നല്ലപോലെ മൂത്ത് നമുക്ക് കിട്ടിയല്ല, ഒരു ചുവയുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സവോള നല്ലപോലെ വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാകും വരെ സവോള നല്ലപോലെ വഴറ്റണം. അല്ലെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് ഒട്ടും ടേസ്റ്റ് കിട്ടിയല്ല. നിങ്ങൾ സവോള വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ വഴന്ന് ഇതേപോലെ നല്ല ബ്രൗൺ കളർ ആകുന്ന പോലെ തന്നെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി നമുക്ക് ഇട്ട് അതും കൂടെ വഴറ്റിയെടുക്കാം. നമ്മൾ 2 തക്കാളി ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് വഴറ്റാൻ വേണ്ടി. അതായത് ഉള്ളി നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം തക്കാളി ഇടുക. ഗ്രേവിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ചിക്കൻ ഗ്രേവിയാണ്. അത് നല്ല വൃത്തിക്ക് ആയാലേ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് ആ രുചി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗ്രേവി അടിപൊളി ആയാൽ മാത്രമേ ചിക്കൻ ബിരിയാണി ടേസ്റ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ ഗ്രേവിയും ചിക്കൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കി എടുത്തു. ഇപ്പം തന്നെ ഇതാവും ചിക്കൻ്റെ ഗ്രേവി. അപ്പം നമ്മൾ ഇട്ട തക്കാളി നല്ലപോലെ ഇതിൻ്റെ അകത്ത് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വഴന്ന് നല്ല സെറ്റായി. ഉള്ളിയും തക്കാളിയും കൂടെ നല്ല ഒരു ഗ്രേവി പരുവായിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ തക്കാളി വഴറ്റി ഇതാക്കി എടുക്കണം കേട്ടോ. ഉള്ളി വഴറ്റുന്ന പോലെ നല്ലപോലെ മൂപ്പിച്ച് ഈ തക്കാളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ പോലും അറിയരുത്. അത്രയും നല്ലപോലെ തക്കാളിൻ്റെ അലിയിപ്പിച്ച് കളയണം. എന്നാൽ ആ ഗ്രേവി നല്ല ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക്.
നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ അകത്ത് ബാക്കി പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഇട്ട അതേ മസാലക്കൂട്ട് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ചിക്കൻ മസാലപ്പൊടി 3 ടീസ്പൂണാണ് നമ്മൾ നേരത്തെ ഇട്ടത്. നമ്മളത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 3 ടീസ്പൂൺ ഈ വഴറ്റിയതിൻ്റെ അകത്ത് ഇടുക. അതുപോലെ കാശ്മീരി ചില്ലി നമ്മൾ 2 ടീസ്പൂൺ മറ്റേതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു ചിക്കൻ വറക്കാൻ വേണ്ടി. ഇതിനകത്ത് നമ്മൾ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇടുക. അതുപോലെ ഗരം മസാല അതും ഗരം മസാലപ്പൊടി ഇടുക. എരിവുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തക്കാളി അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. ഇത്ര ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ മൂപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ നമുക്ക് ഈ പൊടിയെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഇതിലോട്ട് തളിക്കാം. നമ്മൾ ഈ ഇട്ട മസാലപ്പൊടിയെല്ലാം ഇട്ട് നമ്മൾ നല്ലപോലെ മൂപ്പിച്ചു. നമ്മൾ ഗ്രേവി ഈ ഒരു പരുവത്തിലായി, കണ്ടോ, നല്ലൊരു ഗ്രേവി ആയി. നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് നമുക്ക് വറക്കാൻ വേണ്ടി പോവാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വറുത്ത് നല്ലപോലെ വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ ആക്കി വെച്ച ഗ്രേവി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം നമ്മൾ അതിനകത്തൊരു ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പോൾ ആ ചിക്കൻ വറുത്ത ചിക്കനിലോട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കും. ഈ ഒരു കണ്ടീഷനിലോട്ടാവും. ഈ ഒരു രീതിയിൽ നല്ലപോലെ തിക്കായിട്ട് നമുക്ക് കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഒരു സ്ലിമ്മിൽ വെച്ചാൽ മതി തീ. ഇപ്പോൾ നല്ല ഗ്രേവി ആയി, കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയി. നമുക്ക് അത്യാവശ്യം ബിരിയാണിക്ക് നല്ലൊരു ഗ്രേവി കൂടി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് അരി വേവിക്കാം കേട്ടോ. അരിയാണല്ലോ എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ഒട്ടിപ്പിടിക്കും, വെന്തു പോകുന്നുള്ളത്. അതിനുള്ളൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം. നമുക്ക് അരി വേവിക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറുനാരങ്ങ വേണം, പിന്നെ ഗ്രാമ്പൂ, കുരുമുളക്, തക്കോലം, തേജ്പട്ടയുടെ ഇലയാണത്. തേജ്പട്ടയുടെ ഇല ഉണ്ടെങ്കിൽ അത് ഇടുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കറുവപ്പട്ട, പിന്നെ 1 ടീസ്പൂൺ നെയ്യ് വേണം. നെയ്യാണ് നടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 3 ഗ്ലാസ് അരിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അരി കൂടുതലായിട്ട് ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ സാധനങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പം നമുക്ക് അരി വേവിക്കുന്നത് കാണിച്ചു തരാം. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ഒരു ഗ്ലാസിൻ്റെ അകത്ത് അരി എടുത്തു. ഞാനൊരു 3 ഗ്ലാസ് അരിയാണ്, ഞങ്ങൾ കുറച്ച് പേരുള്ളൂ, അതുകൊണ്ട് 3 ഗ്ലാസ് അരിയാണ് ഇടാൻ വേണ്ടി പോകുന്നത്. 1 കിലോ അരി ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 8 പേർക്കുള്ള ബിരിയാണി വരെ കഴിക്കാം. അതൊരു 6 to 8 ആൾക്കാർക്ക് വരെ നമുക്ക് 1 കിലോ റൈസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അരി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് അരി കഴുകിയ വെള്ളം മൊത്തം ഞാൻ ഊറ്റിക്കളഞ്ഞു. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അരി വേവിക്കാൻ വേണ്ടി. നമ്മൾ 1 ഗ്ലാസ്, നമ്മൾ ഏത് മെഷർമെൻ്റ് ആണോ ഉപയോഗിക്കുന്നത്, അത് അരി എടുക്കാൻ വേണ്ടി ഏത് ഗ്ലാസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം നിങ്ങൾ ആ ഗ്ലാസ് തന്നെ എടുത്തിട്ട് ഒഴിക്കുക. ഇതിൻ്റെ അളവ് നിങ്ങൾ തെറ്റിപ്പോകരുത് കേട്ടോ. അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അരി ഒന്നിനും കൊള്ളാത്ത രീതിയിലായി പോകും. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മസ്റ്റായിട്ട് ഒഴിക്കുക. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അല്ലെങ്കിൽ അരി വേണ്ടാനും വെന്ത് പോകും, വെള്ളം ഭയങ്കരമായിട്ട് തോന്നും. ഏത് ബസ്മതി റൈസ് ആയാലും നിങ്ങൾക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മസാലക്കൂട്ടെല്ലാം കൂടെ നമ്മൾ ഈ അരിക്കകത്തേക്ക് തന്നെ ഇട്ടാണ് വേവിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഗ്രാമ്പു, കറുവപ്പട്ട, കുരുമുളക് എല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച നാരങ്ങയും കൂടെ പിഴിയണം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ച നാരങ്ങയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പിഴിയണം. ഈ നാരങ്ങ പിഴിയുന്നതിനാന്ന് വെച്ചാൽ ഈ അരിയുടെ ഒട്ടിപ്പിടിക്കുന്നത് കുറയും. അരി ഒട്ടിപ്പിടിക്കുകയില്ല. നമ്മൾ ഈ ഒരു നാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞൊഴിക്കുക. 1 നാരങ്ങ മതി. 1 കിലോ അരി ആയാലും കുഴപ്പമൊന്നുമില്ല. 1 നാരങ്ങയുടെ ആവശ്യമുള്ളൂ നമുക്ക്. അത് കൂടുതലാണെങ്കിൽ 1-2 നാരങ്ങ ഇടുക കേട്ടോ. നമ്മൾ ഈ അരിക്കകത്തേക്ക് തന്നെ നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ എടുത്തിട്ട് നമ്മൾ ഒഴിക്കണം. 1 ടീസ്പൂൺ നെയ്യ് നമ്മൾ എടുത്തു. അതും കൂടി അരിക്കകത്തേക്ക് ഇട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഉപ്പ് നിങ്ങൾ കുറച്ചിട്ട് നോക്കുക. എന്നിട്ട് അരിയുടെ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഉപ്പ് റെഡി ആയോ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് നോക്കുക, വെള്ളത്തിന് ഉപ്പുണ്ടോ നോക്കുക. നമ്മളിനിയും കുക്കർ അടയ്ക്കുക. വാഷറിട്ട് കുക്കർ അടച്ച് വെക്കുക. പക്ഷെ വിസിലിടണ്ട. ഇതിൻ്റെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഇതിൻ്റെ എയർ പുറത്തോട്ട് തള്ളും വരെ ഫുൾ ഫ്ലെയിം എടുത്തിട്ട് നമ്മൾ വിസിലിടാതെ വെക്കുക കേട്ടോ. വിസിലിടണ്ട. ഫുൾ എയർ തള്ളും വരെ നമ്മൾ കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. എയർ വന്നതിന് ശേഷം മാത്രം നമ്മൾ വിസിലിട്ടാൽ മതി. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാന്ന്. ഇപ്പം എയർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ എയർ പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വിസിലെടുത്തിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കുക. നമ്മൾ തീ മൊത്തം സ്ലിമ്മിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. തീ സ്ലിമ്മിൽ ഇട്ടിട്ട് നമ്മൾ 3 മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. കറക്റ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓഫാക്കണം. നമ്മൾ ടൈം വാച്ച് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് ഇനിയും
ബിരിയാണിക്കുള്ള മുന്തിരി അണ്ടിപ്പരിപ്പും നമുക്ക് വറുത്ത് വെക്കാം. അതുപോലെ നമ്മൾ 2 സവോള എടുത്തിട്ടുണ്ട്. 2 സവോള നമ്മൾ വറുത്തെടുക്കണം. അത് നമ്മൾ റൈസിനകത്ത് ഇടാൻ വേണ്ടിയാണ്. വഴറ്റുകയല്ല ചെയ്യേണ്ട, വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ ഉള്ളി അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. ഈ പരുവാകും വരെ വറുത്തെടുക്കണം. നല്ല ഇതായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ആകുന്ന വരെ നമ്മൾ ഉള്ളി നല്ലപോലെ വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ റൈസിന് വേണ്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി നമ്മൾ വറുത്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചോറ് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചോറ് തുറന്നു. നല്ല അടിപൊളിയായിട്ട് റൈസ് വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് വേവാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു 3 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റ് മതി. 3 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാ തന്നെ അരികൾ വേവും. അതുകൊണ്ടോ കറക്റ്റ് 3 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. അരിയെല്ലാം നല്ല സെപ്പറേറ്റ് കിടപ്പുണ്ട്. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. അടുത്തായിട്ട് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലിട്ടിട്ട് നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഗ്രേവിയൊക്കെ വെച്ചേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഈ ഉള്ളിയുടെ കൂടെ തന്നെ ലെയറായിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഒരു 2-3 ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ലെയറായിട്ട് ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ചോറെല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാവേ. പൊന്നൂസാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. പൊന്നൂസ് കഴിച്ചെങ്കിൽ പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന്. റെഡിയാണോ? ചിക്കനൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയേ. ഇങ്ങോട്ട് ചിക്കനൊക്കെ കഴിച്ചു നോക്കിയിട്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. എരിവൊക്കെ എങ്ങനെയുണ്ട്? ഇച്ചിരി എരിവ് കൂടുതൽ, എനിക്ക് ഇച്ചിരി എരിവ് കൂടുതൽ ഫീൽ ചെയ്തു. അപ്പം മുളക് പൊടി ഇടുമ്പം 1 ടീസ്പൂൺ കുറച്ചിട്ടാലും മതി. എരിവ് കുറവ് വേണ്ടവർക്ക്. എരിവ് നന്നായി കഴിക്കുന്നവർക്ക് കറക്റ്റ് എരിവാണ്. ഞങ്ങൾ പൊതുവെ എരിവ് കുറവാണ് കഴിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് എരിവ് മതി. അങ്ങനെ എരിവ് കൂടുതൽ വേണ്ടവർ ആ കറക്റ്റ് അളവിൽ പറഞ്ഞേക്കുന്നതന്നെ ഇടുക. അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി കുറച്ചിട്ടേച്ചാൽ മതി. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പം പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.